മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യുവതി മരിച്ചത് പ്രസവശേഷം രക്തം വാർന്നെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശാണ് ചേരുന്നത്. വിസ്മയ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊക്കെ സിറാജുദ്ദീന് കുരുക്കാവുകയാണ്. ഒപ്പം തന്നെ മരിച്ച യുവതിയുടെ കുടുംബത്തിൻ്റെ ശക്തമായ ആരോപണവുമുണ്ട്. നരഹത്യാ കുറ്റത്തിന് പുറമെ മറ്റെന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്? കാളിദാസ്, ഇപ്പോൾ നിലവിൽ സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആദ്യം ഇത് ഒരു അസാധാരണ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് നരഹത്യാ കുറ്റമായി ചുമത്തിയിരിക്കുന്നത്. ഇന്നാണ് സിറാജുദ്ദീനെ ഈ ഒരു കേസിൽ കോടതിയിൽ ഹാജരാക്കുക. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നരഹത്യാ കുറ്റം ചുമത്തിയത്. അതായത് രക്തം വാർന്നാണ് ഈ ഒരു അസ്മ മരിക്കുന്നതെന്നും അതുപോലെ കൃത്യമായ ഒരു ചികിത്സ അസ്മക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അസ്മ മരിക്കില്ലായിരുന്നു എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതായത് ഒരു 6 മണിയോട് അടുപ്പിച്ചായിരുന്നു ഈ അസ്മ പ്രസവിക്കുന്നതെങ്കിൽ 9 മണി ആ ഒരു സമയം, അതായത് അസ്മ അത്രയും ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കുടുംബങ്ങൾ ശ്രമിക്കുന്നത്. അതുവരെ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ ഭർത്താവ് അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുകയും ഇത്രയും മണിക്കൂർ അസ്മയുടെ രക്തം വാർന്ന് അല്ലെങ്കിൽ രക്തം അത്രയും സമയം അസ്മ അത്രയും ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ അവസ്ഥയും. ആ കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സിറാജുദ്ദീൻ ശ്രമിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം. അത് തന്നെ കുടുംബാംഗങ്ങൾ ആ ഒരു കാര്യത്തിലും സിറാജുദ്ദീനെതിരെ നിൽക്കുകയാണ്. അതായത് അത്രയും സമയം കഴിഞ്ഞ് പ്രസവിച്ച് ഇത്രയും സമയം കഴിഞ്ഞിട്ട് പോലും ഈ അമ്മയും കുഞ്ഞിനെയും സിറാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല, വെറുതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല ഈ സിറാജുദ്ദീൻ ഒരു യൂട്യൂബ് ചാനൽ, സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുണ്ട്, മടവൂർ ഗാഫില എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു യൂട്യൂബ് ചാനലും പരിശോധിക്കുമെന്നാണ് പോലീസ് വിവരം നൽകിയത്. അതായത് ഈ ഒരു ചാനലിൽ കൂടെ ഈ സിറാജുദ്ദീൻ നൽകുന്നത് ഈ അശാസ്ത്രീയമായ ചികിത്സകളുടെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് അന്ധവിശ്വാസങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ സിറാജുദ്ദീൻ നൽകുന്നത്. അല്ലെ ആ യൂട്യൂബ് ചാനലിലെ കൂടെ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അങ്ങനെ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഒരു അശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് ഈ അസ്മയുടെ മേലും അടിച്ചമർത്തുക, അസ്മയിലും ഈ ഒരു അശാസ്ത്രീയ ചികിത്സയിൽ വിശ്വസിപ്പിക്കുക, ആ ഒരു വിശ്വാസത്തിലൂടെയാകാം അസ്മ ഈ ഒരു ചികിത്സക്ക് മുതിർന്നത്. എന്തായാലും ഇത് അസ്മയുടെ 5ാമത്തെ ഒരു പ്രസവമായിരുന്നു. ഈ ഒരു 4 പ്രസവവും ഈ ഇത്തരം രീതിയിൽ കൂടെ തന്നെ ആയിരുന്നു പോയിരുന്നത്. ഈ ഒരു 5ാമത്തെ ഒരു പ്രസവത്തിലാണ് ഇങ്ങനൊരു അവസ്ഥയിലൂടെ അസ്മ കടന്നുപോയതും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കാളിദാസ്, വിസ്മയ, പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളും ഒപ്പം തന്നെ പോലീസിന്റെ നിഗമനവും കുടുംബത്തിന്റെ ആരോപണവും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ഒരു നരഹത്യാ കുറ്റം തന്നെ ചുമത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു കസ്റ്റഡി അപേക്ഷയൊക്കെ പ്രതീക്ഷിക്കാമോ? അതെ, നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു നിലപാടുകളാണെങ്കിലും അല്ലാതെ പോലീസിൻ്റെ ആണെങ്കിലും ഡോക്ടറുടെ ആണെങ്കിലും ഇവരുടെ എല്ലാവരും പറയുന്നത് ഈ സിറാജുദ്ദീന് എതിരെയായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സിറാജുദ്ദീൻ അസ്മയെ അത്രയും എന്നുള്ള രീതിക്കാണ് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളാണെങ്കിലും സിറാജുദ്ദീൻ അസ്മയെ അത്രയും ബുദ്ധിമുട്ടിച്ചു എന്നുള്ള നിലക്കാണ്. എന്തുകൊണ്ട് സിറാജുദ്ദീൻ ഇത്ര സമയം ഉണ്ടായിട്ടും അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്തുകൊണ്ട് സിറാജുദ്ദീന് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് സിറാജുദ്ദീൻ അതിന് ശ്രമിച്ചില്ല? അതുപോലെ തന്നെ ഈ ഒരു അതായത് ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം രക്തം വാർന്നാണ് അസ്മ മരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു അതീവ ഗുരുതരാവസ്ഥയിൽ അസ്മ നിൽക്കുമ്പോൾ പോലും എന്തുകൊണ്ട് സിറാജുദ്ദീൻ അത്തരത്തിലൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊരു കുടുംബാംഗങ്ങളെ അറിയിക്കാനോ എന്തുകൊണ്ട് ഈ ഒരു സിറാജുദ്ദീൻ ശ്രമിച്ചില്ല? മാത്രമല്ല അസ്മ 5ാമത് ഗർഭിണിയാണെന്നുള്ള കാര്യം മറ്റാരെയും അറിയിച്ചില്ല എന്നുള്ളൊരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. അത് ആശാവർക്കർമാരോട് പോലും സിറാജുദ്ദീൻ കളവ് പറയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ടാണ് സിറാജുദ്ദീൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്? എന്തുകൊണ്ട് ആ കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല? ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സിറാജുദ്ദീനെതിരെ എന്തായാലും ഒരു നരഹത്യാ കുറ്റം തന്നെ ചുമത്തേണ്ടതുണ്ട്. കാളിദാസ്.
വിസ്മയ ഒന്നുകൂടി ഉണ്ട്. വിസ്മയ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും പരിശോധിക്കുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിലെ ഉള്ളടക്കങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും ഒപ്പം സിറാജുദ്ദീന്റെ ഭാവിയും എന്നുള്ളത്, അല്ലേ? ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ മടവൂർ കാഫില എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറയുന്നത്. ഇതിൽ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ അശാസ്ത്രീയ ചികിത്സകൾ. ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിറാജുദ്ദീൻ അസ്മയെ വിശ്വസിപ്പിച്ചതുപോലെ മറ്റുള്ളവരിലേക്കും ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികൾ മറ്റുള്ളവരിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ് സിറാജുദ്ദീൻ ഇതിലൂടെ. എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായി പരിശോധിക്കും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ റിപ്പോർട്ടുകൾ പ്രകാരമായിരിക്കും സിറാജുദ്ദീനെതിരെ ഇനി എന്ത് നടപടി എടുക്കണം എന്നുള്ളത് പോലീസ് തീരുമാനിക്കുക. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.